ഇന്നലെ ബന്ധുക്കളൊന്നും അധികം ഇല്ലാതിരുന്ന നന്നായി. ഇല്ലെങ്കിൽ ഗാഥമോളിങ്ങനെ ഇറങ്ങിപ്പോയത് വലിയ ചർച്ചയായേനെ. ചർച്ചയാക്കേണ്ട കാര്യം എന്താ? കൂട്ടുകാരിക്കൊരു അപകടം പറ്റി. ആ കുട്ടി മുന്നും പിന്നും നോക്കാതെ അങ്ങ് പോയി. അത്രയല്ലേ ഉള്ളൂ. അതൊരു നല്ല മനസ്സിന്റെ ലക്ഷണമായിട്ട് കണ്ടാ പോരെ? നവീൻ, കാര്യം നിങ്ങൾ പുതിയ തലമുറയാ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതികളുണ്ട്. അതിനിവിടെ ആരും തടസ്സം നിൽക്കുകയില്ല. പക്ഷേ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയത്ത് പാലിക്കേണ്ടതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് ആ കുട്ടിക്ക് അത്ര നിശ്ചയം ഉണ്ടാവണമെന്നില്ല. പറഞ്ഞു കൊടുക്കണം. കേട്ടല്ലോ? ശരി മുത്തശ്ശി. ചില സമയത്ത് അയാൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അയാളുടെ മമ്മിക്ക് പോലും ചിലപ്പോൾ ധാരണ ഉണ്ടാവാറില്ല. വിവാഹം കഴിഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം വന്നോളൂ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ ഞങ്ങളൊക്കെ ഇല്ലേ? ഗൗരവക്കാരായിട്ട് ഞങ്ങളൊക്കെ തന്നെ ധാരാളം. ആ കുട്ടി ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഒക്കെ തന്നെ നടന്നോട്ടെ. അതിനെന്താ? സാറേ, താനിത് എവിടെ പോയി കിടക്ക വരുന്നത്? സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഗാഥ മാഡത്തിന് ഒരു ആക്സിഡന്റ് പറ്റി. ആശുപത്രിയിലാ. എപ്പോ? ഇന്നലെ. ഗാഥ മാഡം ഇന്നലെ ഹോളിന്ന് തിരക്കിട്ട് പോയില്ലേ? പോകുന്ന വഴിക്ക് അപകടം ഉണ്ടായത്. എന്നിട്ട് സിത്താര മേഡം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. താൻ പറഞ്ഞത് സത്യം തന്നെയാണോ? എന്റെ പൊന്നു സാറേ, ആദ്യം എനിക്ക് അപകടം നടന്ന സ്ഥലത്തു നിന്നാണ് വിവരം കിട്ടിയത്. പിന്നെ സംഭവം സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. സാറേ, നമ്മുടെ മീറ്റിങ്ങിനൊക്കെ വരുന്ന ജോർജ് തറകനില്ലേ, അയാളുടെ ഭാര്യയാ ആ ഹോസ്പിറ്റലിലെ ചീഫ് സർജൻ. അവരോടാ ഞാൻ ചോദിച്ചത്. എന്നിട്ട് എന്താ കുട്ടിക്ക് പറ്റിയേ? ചെറിയ പരിക്കുണ്ടെന്നാ പറയുന്നത്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ വഴിയിലൊരു പാമ്പിനെ കണ്ട് പെട്ടെന്ന് വെട്ടിച്ചാത്രേ. പാമ്പിനെ കണ്ടു എന്ന് പറയുന്നത് വെറും തോന്നലൊന്നുമല്ല. ഓടിക്കൂടി ആൾക്കാരും കണ്ടിട്ടുണ്ട്.